ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മിസ്സിംഗ് ടേം? അപ്പൊ തന്നിരിക്കുന്ന സീരീസിലെ മിസ്സിംഗ് ടേം ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം. സീരീസ് 3, 8, 15, 24, നെക്സ്റ്റ് 48. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു സീരീസ് ആണ്. എങ്ങനെ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് 3 എന്ന് പറയുമ്പോൾ 4 - 1, അതായത് 2² - 1 ആണ്. ഇവിടെ 3² - 1 വന്നു, 4² - 1 വന്നു, 5² - 1 വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 6² - 1, ദാറ്റ് മീൻസ് 36 - 1 35 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൺസ് ഡസ് W ഹാവ്? Wന് എത്ര ആൺമക്കൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എക്സ് ഫാദർ ഹാസ് 3 ചിൽഡ്രൻ. എക്സിന്റെ ഫാദറിന് 3 ചിൽഡ്രൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളോട് Wക്ക് എത്ര ആൺമക്കൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എക്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു ആൻസർ കിട്ടുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കാം. Y ഈസ് എക്സ് ബ്രദർ ആൻഡ് സൺ ഓഫ് W. Y എന്ന് പറയുന്നത് എക്സിന്റെ ബ്രദർ ആണ്, അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് Wന്റെ സണ്ണും കൂടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് മാത്രം വെച്ചിട്ട് നമുക്ക് Wന് എത്ര ആൺമക്കൾ ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, ഇവർ രണ്ടുപേരുണ്ടെന്ന് മനസ്സിലായി. ഇനി എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെന്റിലെയും കൂടി ഡാറ്റ കമ്പൈൻ ചെയ്യിക്കാണ്. അപ്പൊ ഫസ്റ്റത്തിൽ പറയുന്നത് എന്താണ്? എക്സിന്റെ ഫാദറിന് 3 മക്കളുണ്ട്. രണ്ടാമത്തേൽ പറയുന്നത് Y എന്ന് പറയുന്നത് എക്സിന്റെ ബ്രദർ ആണ്, അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് Wന്റെ സണ്ണും കൂടിയാണ്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് Wന് 3 മക്കളുണ്ട് അവിടുന്ന് നമുക്ക് തെളിഞ്ഞു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ എക്സും അതുപോലെ തന്നെ Yയും മെയിൽ ആണ്. മൂന്നാമതുള്ള ആള് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്കറിയില്ല. ദാറ്റ് മീൻസ് അവിടെ എത്ര ആൺമക്കൾ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു ആൻസർ രണ്ട് സ്റ്റേറ്റ്മെന്റിലെ ഡാറ്റയും കമ്പൈൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. കൃത്യമായിട്ടൊരു ആൻസർ നമുക്ക് കിട്ടണം. ഇവിടെ മേ ബി 2 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. ഒരു ഓപ്ഷൻ ആണ് വരുന്നത്, അത് നമുക്ക് പറ്റൂല. നമുക്ക് കൃത്യമായ ആൻസർ കിട്ടണം. നമുക്ക് ആൻസർ കൊടുക്കാം. ഇഫ് 1 and 2 ടുഗദർ ആർ നോട്ട് സഫിഷ്യന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെയും ഡാറ്റ കമ്പൈൻ ചെയ്തിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് അവിടെ എത്താൻ വേണ്ടി കഴിയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. നോക്കാം. സിൻ കോ ബൈ മീൻസ് ഹി ഈസ് ഗുഡ്. കോ മോഡ് ഡെറ്റ്, ഓക്കെ, ദേ ആർ ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് എന്നുള്ളതിന്റെ വേർഡ് ഏതായിരിക്കും എന്നാണ്. ഗുഡ് രണ്ടിലും കൂടി കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. ഇവിടെ കോ എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 3 കോ എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ മിസ്സിംഗ് ടേം ഏതാന്നുള്ളതാണ്. അതായത് ഇവിടെ ഏത് ടേം ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ടേമിനെ ജസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 9 / 3 ആണ്. ഇൻറ്റു ഈ ഒരു ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 12 കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. ഈ ഒരു ടേമിനെ കൊണ്ട് 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 8 32 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 / 3 ചെയ്യാം. എത്ര കിട്ടും? 3 കിട്ടും. 3 × 9 എന്ന് പറയുന്നത് 27 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the opposite to 3 in the dice shown below? The given position are of same dice. താഴെ തന്നിരിക്കുന്നത് ഒരേ ഡൈസിന്റെ 2 പൊസിഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3ന്റെ ഓപ്പോസിറ്റ് ഏതാന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ 5ന്റെ ഓപ്പോസിറ്റ് ഏതാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നോക്കാം. 5ന്റെ ഓപ്പോസിറ്റ് ആവാൻ പോസിബിലിറ്റി ആരൊക്കെയാണ്? ഒന്നിക്ക് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5. ഓൾറെഡി 5ന്റെ ഓപ്പോസിറ്റ് 5 തന്നെ ആവില്ലല്ലോ, ബാക്കി 6 ആവാം. ഇനി നോക്കാം. 5ന്റെ സൈഡിലായിട്ട് അഡ്ജസന്റ് ആയിട്ട് 2 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അഡ്ജസന്റ് ആയി വരുന്നത് എന്താവില്ല, ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല. അപ്പൊ 2 വരില്ല. ഇവിടെ 5ന്റെ അഡ്ജസന്റ് ആയിട്ട് 6ഉം വരുന്നുണ്ട്. അപ്പൊ 6ഉം 5ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല. ഇവിടെ നോക്കാം. ഇവിടെ 5ന്റെ അഡ്ജസന്റ് ആയിട്ട് 1 വരുന്നുണ്ട്. 1ഉം ഓപ്പോസിറ്റ് ആവില്ല. ഇവിടെ 5ന്റെ അഡ്ജസന്റ് ആയിട്ട് 4 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 3ന്റെ ഓപ്പോസിറ്റ് ആരാന്നുള്ളതാണ്. 3ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 5 ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are 2 statements. One is labeled as assertion and other is labeled as reason. അങ്ങനെയാണെങ്കിൽ assertion നോക്കാം. മഹാത്മാഗാന്ധി ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ദി നാഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫാദർ ഓഫ് ദി നാഷൻ ആയിട്ടാണ് മഹാത്മാഗാന്ധി കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വളരെ ശരിയായിട്ടുള്ള ഒരു അസേഷൻ തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത്, മഹാത്മാഗാന്ധി വാസ് ദി ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ആയിരുന്നോ? ഒരിക്കലും അല്ല. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഒരിക്കലും മഹാത്മാഗാന്ധി ആയിരുന്നില്ല. ആ ഒരു റീസൺ എന്താണ്? തെറ്റാണ്. ഇപ്പൊ നമുക്ക് കൊടുക്കാം A ഈസ് കറക്റ്റ് ബട്ട് R ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുകളിൽ തന്നിട്ടുള്ള ചിത്രം ഉള്ളടങ്ങിയിട്ടുള്ള ചിത്രീകരണം താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. അതായത് എംബഡഡ് ഫിഗർ ആണ്. ഈ ഒരു ഫിഗർ ഈ 4 ഏതോ ഒരു ഓപ്ഷനിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഏതാണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 നോക്കുക, ഈ രീതിയിൽ വന്നു, മുകൾക്ക് വന്നു, ഇവിടുന്ന് താഴേക്കാണ്. നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ഈ ലാസ്റ്റ് പോയിന്റ് ഒന്നും നമുക്ക് മുകളിലേക്ക് വരണമായിരുന്നു അല്ലെ, പക്ഷെ ഇവിടെ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് താഴേക്കാണ്. ആ രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ ആവില്ല. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മുകളിലേക്ക് വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ മന്ത് ഓഫ് 31 days, third Friday falls on 17th, then what will be the last day of month? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 31 ദിവസങ്ങളുള്ള ഒരു മാസം കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് ജനുവരി കൺസിഡർ ചെയ്തോ. ഓക്കെ, 17-ാം തീയതി എന്താണ്, ഫ്രൈഡേ ആണെന്ന് പറയുന്നുണ്ട്. 17-ാം തീയതി ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ അവിടെ 24-ാം തീയതിയും എന്ത് തന്നെ ആയിരിക്കും, ഫ്രൈഡേ തന്നെ ആയിരിക്കും. 24 + 7 31-ാം തീയതിയും ഏത് തന്നെ ആയിരിക്കും, ഫ്രൈഡേ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു മാസം എൻഡ് ചെയ്യുക ഫ്രൈഡേ കൊണ്ട് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസിങ് എ മാൻ. ഒരു മാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആരാ പറയുന്നത്, എ വുമൺ സൈഡ്, ഒരു സ്ത്രീ പറയാണ്. ഹിസ് വൈഫ് ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ. ഒരു വുമൺ ആണ് പറയുന്നത്. ഓക്കെ, മൈ ഫാദർ, എന്റെ ഫാദറിന്റെ ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഞാൻ തന്നെയാണ്. ആ പറയുന്ന വുമൺ തന്നെയാണ്. ഹിസ് വൈഫ്, അപ്പോ ആ കാണുന്ന ആളുടെ വൈഫാണ് ഞാൻ എന്നാണ് അർത്ഥത്തിൽ, അല്ലെങ്കിൽ അവിടെ മീൻ ചെയ്യുന്ന അതാണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടി. ആ ഒരു മാനിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഒരാളുടെ വൈഫാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അവിടെ, ആ ഒരാളുടെ വൈഫാണ് ഞാൻ എന്നാണ് അവിടെ പ്രത്യേകിച്ച് അവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദാറ്റ് മാൻ റിലേറ്റഡ് ടു വുമൺ, ആ മാൻ ആരാണ്, തീർച്ചയായിട്ടും ആ ഒരു വുമന്റെ ഹസ്ബൻഡ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി വേർഡ് വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സീക്വൻസ്. താഴെ തന്നിരിക്കുന്ന 4 ടേംസ് നോക്കുക, അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടേം ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഓരോ ടേംസ് നമുക്ക് എടുക്കാം. EH13, നെക്സ്റ്റ് PR34, നെക്സ്റ്റ് RU 39, KN25. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ, ഇന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്, 5 ആണ്. H 8 ആണ്. നെക്സ്റ്റ് P-ന്റേത് 16 ആണ്. R 18 ആണ്. R 18 ആണ്. U 21 ആണ്. നോക്കാം, K എന്ന് പറയുന്നത് 11 ആണ്. N എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ ഇവിടെ +3, ഇവിടെ +2, ഇവിടെ +3, ഇവിടെ +3. ഇപ്പൊ ഇത് 3 ആദ്യം ഒന്നാമത്തേതിലും മൂന്നാമത്തേതിലും നാലാമത്തേതിലും +3 വെച്ചിട്ടാണ് വന്നത്. ഇവിടെ എന്താ വന്നത്, ഇവിടെ +2 ആണ് വന്നത്. ആ രീതിയിൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, ഓഡ് 1 ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.